ജൂൽ മാക്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിയർ ഇമ്പിച്ചിബാവ ഹോസ്പിറ്റൽ, ചമ്മരവട്ടം റോഡ്, ആലത്തിയൂർ. നമസ്കാരം. വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി കുടുംബശ്രീ ജില്ലാ മിഷൻ ഒരുക്കിയ ശലഭങ്ങൾ 2024 3 ദിന ജില്ലാതല കലോത്സവത്തിന് തിരൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ തുടക്കമായി. പരിപാടി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. തയ്യിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. 32 ബഡ്സ് സ്കൂളുകളും 33 പുനരധിവാസ കേന്ദ്രങ്ങളുമടക്കം 65 സ്ഥാപനങ്ങളിൽ നിന്നുമായി 800ഓളം കലാകാരന്മാരും കലാകാരികളുമാണ് ശലഭങ്ങൾ 2024 പങ്കെടുക്കുന്നത്. പരിപാടി കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് 2017 മുതലാണ് നമ്മൾ ഇത്തരത്തിലുള്ള കലാമേളകൾ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പരിപാടികൾ പങ്കെടുക്കുമ്പോൾ, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ മാനസികമായി ഉല്ലാസം ലഭിക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു അവസരമായി കിട്ടാനും ആ ഒരു സന്തോഷം അവരിൽ നല്ല രീതിയിൽ ഉണ്ടാവുകയും മാനസികമായി തന്നെ അവർക്ക് അതിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന വേദിയിൽ കഴിഞ്ഞ വർഷം മികച്ച മാതൃകാ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ബഡ് സ്ഥാപനങ്ങളെ മന്ത്രി അവാർഡുകൾ കൊടുത്ത് ആദരിച്ചു. ആദ്യ ദിനമായ ഇന്നലെ കലോത്സവത്തിലെ നിറഞ്ഞ വേദികളെ സാക്ഷിയാക്കി കോൽക്കളി, ബാൻഡ് മേളം, നാടോടി നൃത്തം, ലളിതഗാനം, നാടൻപാട്ട് തുടങ്ങിയ മത്സര ഇനങ്ങളിൽ 400ഓളം കുട്ടികളാണ് വാശിയോടും ഉത്സാഹത്തോടും മത്സരിച്ചത്. ശലഭങ്ങൾക്ക് ആവേശം പകർന്ന് മുഴുവൻ സമയവും പിന്തുണയുമായി ബഡ്സ് സ്കൂൾ ടീച്ചർമാരും ആയമാരും രക്ഷിതാക്കളും കുടുംബശ്രീ വോളണ്ടിയർമാരും സ്നേഹതീരം സന്നദ്ധ പ്രവർത്തകരും മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. തിരൂർ നഗരസഭ ചെയർപേഴ്സൺ AP നസീമ മുഖ്യാതിഥിയായി. വൈസ് ചെയർപേഴ്സൺ P രാമൻകുട്ടി, കുടുംബശ്രീ DMC സുരേഷ് കുമാർ B, ADMC-മാരായ മുഹമ്മദ് അസ്ലം, സനിറായി, SDDPM ഹസ്കർ KS, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വെട്ട ന്യൂസ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.